Good morning everyone. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എല്ലാവരും സുഖമല്ലേ? ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വിളക്ക് കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ എത്രയോ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, വിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ, ഇതൊക്കെ എവിടുന്നാ വാങ്ങിച്ചതെന്നൊന്ന് പറഞ്ഞു തരുമോ, ഇതൊക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഇന്നും ഇന്നലെയുമായിട്ട് തുടങ്ങിയ കളക്ഷൻസ് ഒന്നുമല്ല. ഓക്കെ, ഇത് കുറേ ആയി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള എൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത്. എവിടെയൊക്കെ എന്തൊക്കെ നല്ലത് കാണോ ആ സമയത്തൊക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടുന്നതാണ് ഇതെല്ലാം. ആൻഡ് ഇതൊക്കെ യൂസ് ചെയ്യണ്ടോയെന്ന് ചോദിച്ചാൽ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതല്ലാത്ത പക്ഷം ഓരോ ഇതിനനുസരിച്ചിട്ട് ഒക്കേഷനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ പേരാണ്, ഈ വിളക്കിൻ്റെ പേരാണ് ലക്ഷ്മി കുബേര കാശ് വിളക്ക്. ലക്ഷ്മി കുബേര കാശ് വിളക്കാണ്. അപ്പോൾ കുബേര പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ഓരോ കാശിട്ടിട്ടാണല്ലോ കുബേരൻ പൂജ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് കത്തിച്ചു വെക്കുന്ന ഒരു വിളക്കാണിത്. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ ബർദുബായിൽ നിന്നാണ്, അമ്പലത്തിൻ്റെ അടുത്തുള്ള പെരുമാൾ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് 2 എണ്ണമായിട്ടാണ് വരുന്നത്. ആൻഡ് ഇത് എന്താ പറയുക, ഇങ്ങനെ കാശ് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ ഉള്ള ഇതാണ്. ആൻഡ് ഇത് നമുക്ക് ചൊവ്വാഴ്ച വെള്ളിയാഴ്ചകളിൽ നമ്മളിത് വിളക്ക് ഇതാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ്. സോ ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള ഒരു വിളക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കാശ് ഇങ്ങനെ ലക്ഷ്മി കാശ്, പിന്നെ ഇവിടെ കുബേരൻ്റെ ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലക്ഷ്മി കുബേര കാശ് വിളക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായല്ലോ, ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ അടുത്തത് വരുന്നത് നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള രീതിയിലുള്ള ഗജലക്ഷ്മി വിളക്ക്. അപ്പം ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. എല്ലാവരും കാമാക്ഷി വിളക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവൻ നമ്മൾക്കുള്ളത് ഗജലക്ഷ്മി വിളക്കാണ്. കാമാക്ഷി വിളക്ക് വേറെ, ഗജലക്ഷ്മി വിളക്ക് വേറെ. ഗജലക്ഷ്മിയാണ് മാക്സിമം കണ്ടുവരുന്നത്. അത് ഇതുപോലെയാണ് ഗജലക്ഷ്മി വിളക്ക്. ഗജലക്ഷ്മി വിളക്കിന്റെ മിനിയേച്ചർ വേർഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗജലക്ഷ്മി വിളക്കിന്റെ വലിയ വേർഷനാണ് ഇത്. ഓക്കെ, വലിയ വേർഷനാണിത്. ആൻഡ് മിനിയേച്ചർ വേർഷനാണ് ഈ ഒരു സംഭവം. ഇതും ഞാൻ എന്താണ് പറയുക, മുരുകൻ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ബർദുബായിലുള്ള ഇവിടുന്നാണ് വാങ്ങിച്ചത്. ഇത് എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും ആ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് എനിക്ക് മുരുകൻ സ്റ്റോറിൽ നിന്ന് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, എന്താ വെച്ചാൽ ഇത് എത്ര നമ്മൾ വൃത്തിയാക്കി വെക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ വിളക്ക് ചില കറകളും പാടുകളും പോവുകയില്ല. അത് എനിക്കൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇത് കാലങ്ങളായി എൻ്റെ അടുത്തുള്ളത്. ആൻഡ് അപ്പോൾ എനിക്ക് വൃത്തി എന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് തോന്നിക്കാത്ത ഒരു മെറ്റലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു പിങ്കിഷ് ഷെയ്ഡ് വരും. ഫോർ എക്സാമ്പിൾ നിങ്ങളിത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറിനും ഈ ഒരു കളറിനും ഒരു പിങ്കിഷ് ഷെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ കണ്ടു വാങ്ങി എന്നുള്ളതല്ലാതെ ഓൺ ദ ഹോൾ എനിക്ക് ആ മെറ്റൽ അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു മെറ്റലാണ് ആ കടയത്തെ. ആൻഡ് ഇത് മാത്രമേ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അവരുടെ അടുത്തുനിന്ന് അത് വാങ്ങിയിട്ടില്ല. ഓക്കെ, സോ വൺസ് അഗെയിൻ ഇത് ഒരു 4 എണ്ണം നമ്മുടെ ഗജലക്ഷ്മി വിളക്ക് മിനിയേച്ചർ വേർഷൻ, ഗജലക്ഷ്മി വിളക്ക് വലിയ വേർഷൻ. ഞാൻ ഇപ്പോൾ എന്താണ് പറയുക, ദൈവത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് 2 ഗജലക്ഷ്മി വിളക്ക് വേറെയുണ്ട്. അത് ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതാണ്. അത് നല്ല കളറോട് കൂടിയിട്ട് ഉണ്ട്. അത് ഞാൻ അവിടെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗജലക്ഷ്മി വിളക്കും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇത് വന്നിട്ട് ബർദുബായിൽ തന്നെയാണ് വാങ്ങിയത്. നമ്മുടെ പെരുമാൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ താമര വിളക്കിൻ്റെ
പല 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 സൈസുകളാണ് ഉള്ളത്. ദിസ് ഇസ് ദ വെരി സ്മോൾ വേർഷൻ, വെരി വെരി സ്മോൾ വേർഷൻ. പിന്നെ ഇതിൻ്റെ മീഡിയം സൈസ്, ഇതിൻ്റെ എന്താണ് പറയുക ബിഗർ സൈസ്. ഇത് 4 കളറാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 കളറ് ഞാൻ എന്താണ് പറയുക ആരാ വന്നത് വീട്ടിക്ക് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ എൻ്റെ അടുത്ത് താമര വിളക്കിൻ്റെ കളക്ഷനാണ് നിങ്ങളിത് കാണുന്നത്. ഇതിലൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈ 3 ഒരു പാക്കറ്റിൽ വന്നതാണ്. ഓക്കെ, ഇതിങ്ങനെ വന്ന ഒരു പാക്കറ്റിൽ വന്നതാണ്. ഇതിലൊരു ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ സാധനമല്ലേ ഇവിടെ അവർ ഹോള് കൊടുത്തിട്ടില്ല. ഇപ്പുറത്തുണ്ട് തിരി, ഇതിയെ കൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല. ഈ ഹോള് വർക്കിംഗ് കണ്ടീഷൻ അല്ല, മെറ്റലിൽ ഹോളില്ല. അപ്പോൾ ഇത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് എയ്തർ നമ്മൾ ഇതിന്ന് എന്തെങ്കിലും എടുത്ത് ഇതിലേക്ക് ഇടണം, എന്നാൽ മാത്രമേ ഈ ഹോള് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഡ്രോബാക്കാണ് മറ്റേ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്ന് വെച്ചാൽ ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിൽ ഓട്ടയില്ല എന്ന് ഇപ്പോൾ അവർക്കും അറിയില്ലല്ലോ. സോ യെസ്, ഇതാണ് നമ്മുടെ താമര വിളക്കിൻ്റെ കളക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു യുണീക്കായിട്ടുള്ള ഒരു വിളക്കാണ്. നല്ല കനമുള്ള വിളക്കാണ്. ഇത് വന്നിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ശിവലിംഗവും അതേമാതിരി നന്ദിദേവനും നടുവിലുള്ള പോലെയുള്ള ഒരു വിളക്കാണ്. ആൻഡ് ഇത് പ്രദോഷത്തിനൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും തിങ്കളാഴ്ചകളിൽ. ആൻഡ് ഇത് വാങ്ങിയത് ഞാൻ ജയശ്രീ വെങ്കട്ട് എന്ന് പറയുന്ന അവരുടെ, ഞാൻ ടാഗ് ചെയ്യാം, അവരുടെ നമ്പർ കൊടുക്കാം, കോയമ്പത്തൂരാണ്. ഇതിലത്തെ ഒരുപാട് വിളക്ക് അവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജയശ്രീ വെങ്കട്ട് ഫ്രം കോയമ്പത്തൂർ, അവരുടെ അടുത്തു നിന്നാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത വിളക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയും ബാലാജിയും കൂടിയിട്ടുള്ള വിളക്കാണ്. ലക്ഷ്മി ദേവി താഴെയും ഭഗവാൻ മുകളിൽ ശംഖചക്രത്തോട് കൂടിയിട്ടുള്ള ഒരു വിളക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ പീസാണ്. പെരുമാൾ ആൻഡ് ലക്ഷ്മി ഒരുമിച്ചിട്ടുള്ള ഒരു വിളക്ക്. ഇതും നമ്മൾ ജയശ്രീ വെങ്കട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങിയത്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾക്ക് ഇങ്ങനെ കളക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടത് മുഴുവൻ ഞാൻ അയച്ചിട്ട് അവരെ എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് അയക്കും. ഞാൻ അവർക്ക് സെറ്റിൽ ചെയ്യും. എന്നിട്ട് നാട്ടിൽ പോണ സമയത്ത് ഞാൻ അവിടുന്ന് എടുത്തിട്ട് വരും. ഇതാണ് എൻ്റെ പതിവ്. ഓക്കെ, ഇനി അടുത്തത് ഉള്ളത് നമ്മുടെ എന്താണ് പറയുക കൽപ്പവൃക്ഷം. ഇതും ജയശ്രീ വെങ്കട്ടാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെറ്റൽ സൂപ്പറാണ്. ഓക്കെ, ഘനം സൂപ്പർ, എന്താണ് പറയുക നല്ല അടിപൊളി വെയിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഫീൽ ചെയ്യും. ആ വിളക്കൊക്കെ നമുക്ക് എടുത്താൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് എന്താണ് പറയുക ഇതാണ് നമ്മുടെ കൽപ്പവൃക്ഷത്തിൻ്റെ വിളക്ക്. നല്ല അടിപൊളി ഫിനിഷാണ്. താഴെ ആ വേരൊക്കെ വരണ പോലെ. ഇതൊക്കെ അവർ കളക്ഷൻ ഇടുന്ന സമയത്ത് കണ്ട് വാങ്ങിച്ച ഒരു സംഭവമാണ്. ഈ 4 വിളക്കുണ്ടല്ലോ, ഈ 4 വിളക്ക്, ഇത് ശംഖുചക്രമാണ്. പെരുമാളിൻ്റെ ശംഖുചക്ര വിളക്കാണ്. അപ്പോൾ ഇതാ ശംഖും ചക്രവും, അതേപോലെ തന്നെ ശംഖും ചക്രവുമായിട്ടുള്ള 4 വിളക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ജയശ്രീ വെങ്കട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ഇനി അടുത്ത കളക്ഷൻ ഈ ടേബിളിൽ വെച്ചിട്ട് ചുറ്റോട് ചുറ്റും നടക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉള്ളത് തുളസിത്തറയാണ്. 4 തുളസിത്തറ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ബർദുബായിൽ ദീപാവലി ടൈമിൽ വരുന്ന കളക്ഷൻസിൽ ഒരു സെറ്റ് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ഇത് കത്തിക്കില്ല. ഇതിൻ്റെ മുകളിൽ ഞാൻ തകഴി വിളക്ക് വയ്ക്കും ഇങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ കത്തിക്കുന്നത്. ബേസിക്കലി നല്ല ഒരു മണ്ണോണ്ട് തന്നെ ഉള്ള ഒരു തുളസിത്തറയുടെ ഇതാണ്. നല്ല ഒരു കളറോട് കൂടിയിട്ട് വരുന്ന ഒരിതാണ്. വളരെ കെയർഫുൾ ആയിരിക്കണം. എന്താ വെച്ചാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അകൽ വിളക്കിൽ ഉള്ള സംഭവങ്ങൾ. അതായത് ഡീപ്പായിട്ട് നമുക്ക് കുറേ നേരം വിളക്ക് കത്തും. ഓക്കെ, നമ്മളിത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വിളക്ക് കത്തുന്ന ടൈപ്പ് വിളക്കുകളാണ് ഇതൊക്കെ. ഡിഫറെൻ്റ് ആയിട്ട് താമര, സാധാരണ പോലെ ഒരു തകഴ് പോലെ, ഇതിങ്ങനെ സ്റ്റാൻഡോട് കൂടിയിട്ട്. ഇത് വന്നിട്ട് ശരിക്കും ഇതിൽ ഒരിതുണ്ട്, നമുക്കിങ്ങനെ
വേണമെങ്കിൽ നമുക്ക് ആരതി ചെയ്യണ പോലെയുള്ള വിളക്കാണ്. പക്ഷെ ഇതെല്ലാം വന്നിട്ട് കുറേ നേരം കത്തുന്ന അഖണ്ഡ വിളക്കാണ്. ഓക്കെ, ഇത് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഒരു വിളക്കാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെപ്ത്ത്. ഓക്കെ, ഇപ്പം ഇവിടുന്ന് തിരി ഇങ്ങനെ വരുന്ന സമയത്ത് എണ്ണയുടെ ഫ്ലോ, യുനോ തിരിക്ക് ഇങ്ങനെ പോകുന്ന ഫ്ലോ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന്. സോ ഇത് കത്തിച്ച് വെക്കുന്ന സമയത്ത് തിരി ഇങ്ങനെ കത്താത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. ഇത് ബർദുബായിന്ന് ഏതോ ഒരു കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു മധുർ എന്നാണ് തോന്നുന്നു. അപ്പോൾ ഇതും ഒരു വിഘ്നേശ്വരന്റെ വിഗ്രഹം വാങ്ങിക്കാൻ പോണ സമയത്ത് എന്താണ് ഗണേശ് ചതുർത്ഥിയുടെ മറ്റേ ഇത് പൂജയുടെ സമയത്ത് വാങ്ങിക്കാൻ പോണ സമയത്ത് കണ്ടു വാങ്ങിച്ചതാണ്. ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ്, ദ ഡിഫറൻസ്, ദ ഡെപ്ത്, ഇതിൻ്റെ ഡെപ്ത്. അപ്പോൾ എണ്ണ തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ അധികം കത്തിച്ച് വെക്കാറില്ല. അഥവാ കത്തിച്ച് വെച്ചാൽ കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ വിളക്ക് വെച്ചിട്ടേ വെക്കാറുള്ളൂ. എപ്പോഴും ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ വിളക്ക് കത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത്. അപ്പോൾ ഒരു വാങ്ങിച്ചതിൽ എനിക്ക് അധികം തൃപ്തിയില്ലാത്ത ഒരു വിളക്കായി പോയി ഇത്. അടുത്തത് നിലവിളക്കാണ്. നിലവിളക്ക് ഞാൻ അപ്പുറത്തും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് 3 നിലവിളക്ക് ചെറുതുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇവിടെയുണ്ട്, 2 അപ്പം അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് എന്താണ് പറയുക, നമ്മുടെ കുത്തുവിളക്കിൻ്റെ മിനിയേച്ചർ വേർഷനാണ്. ഇത് ഞാൻ കോയമ്പത്തൂരിൽ തന്നെ വാങ്ങിയത്. ജയശ്രീ വെങ്കട്ടല്ല, പക്ഷെ കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ ഏതോ ഒരു കടയിൽ പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് കുത്തുവിളക്ക് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ബർദുബായ് പെരുമാൾ തന്നെ വാങ്ങിച്ചത്. ഇത് എന്താണ് പറയുക, നോർമലായിട്ട് അഖണ്ഡ വിളക്കിൽ തന്നെ ചെറുത് ആയിട്ടുള്ള രീതിയിലാണ്. ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച വേൽ വിളക്ക്. ഓക്കെ, വേൽ വിളക്ക്, ഓം എഴുതിയിട്ടുള്ള വേൽ വിളക്കാണ്. ഇതും ജയശ്രീ വെങ്കട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആൻഡ് യെസ്, എന്താണ് പറയുക, സൂപ്പറാണ്. ഇത് കത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ തന്നെ സൂപ്പറാണ്. വേൽ വിളക്ക് 2 എൻ്റെ കയ്യിലുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീഠമാണ്, ഒരു നല്ലൊരു പീഠമാണ് ഉള്ളത്. ഇത് ഞാൻ ഗുരുവായൂരിൽ വാങ്ങിയതാണ്. ഇത് ഗുരുവായൂരിൽ വാങ്ങിച്ച ഒരു പീഠമാണ്. ഓക്കെ, ഇനി എല്ലാ വെള്ളിയാഴ്ചയും ദേവിക്ക് അഭിഷേകത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് ഒരേപോലത്തെ കളക്ഷനായിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ ഞാൻ വെള്ളം, പാല്, എന്താണ് പറയുക, റോസ് വാട്ടർ, പിന്നെ ജവ്വാദ്, അതേമാതിരി തന്നെ മറ്റേ ചന്ദനം, കുങ്കുമം, ഇതൊക്കെയാണ് എൻ്റെ ഇതിൽ അഭിഷേകത്തിന് പോകുന്ന കളക്ഷൻ. ആ അഭിഷേകത്തിന് പോകുന്ന സമയത്ത് ദേവിയെ ഇതിലാണ് വെക്കുക. എന്നിട്ട് ആ അഭിഷേക വെള്ളം ഇതിലായിരിക്കും. ഓക്കെ, ഭഗവാന് പാൽപ്പായസം വെക്കാനുള്ള ഉരുളിയാണ്. അതായത് നമ്മുടെ തിരുവോണം പൂജ ദിവസം വെക്കുന്ന ഉരുളിയാണത്. ഇതൊക്കെ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയത് തന്നെ. ഇനി ഉള്ളത് തൂക്കുവിളക്കാണ്. നമ്മുടെ സാധാരണ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ച തൂക്കുവിളക്ക് ഞാൻ എപ്പോഴും നമ്മുടെ പൂജാമുറിയിൽ ഉള്ള 2 തൂക്കുവിളക്ക്. ഇത് കണ്ണേട്ടൻ്റെ അനിയത്തി, ഓക്കെ, ഇളയമട മോള് രാധിക, അവർ ഗൃഹപ്രവേശത്തിന്, നമ്മുടെ ദുബായ് വീട് ഗൃഹപ്രവേശത്തിന് തന്നിട്ടുള്ള, ദ്വാരകാപുരിയുടെ ഗൃഹപ്രവേശത്തിന് തന്നിട്ടുള്ള നമ്മുടെ വാസ്തുവിളക്കാണത്. വാസ്തുവിളക്ക് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവണമല്ലോ. ആ വാസ്തുവിളക്ക് എന്ന് പറയുന്ന വിളക്കാണ് ഇത്. ഞാൻ അധികം കത്തിച്ചു വെക്കാറില്ല, ബിക്കോസ് ഇത് കത്തിക്കുന്ന സമയത്ത് ദൈവങ്ങൾ മറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ അധികം കത്തിക്കാറില്ല. നമുക്ക് ഈ ഭാഗം ഒന്ന് തീർക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ ഡിസ്കവറി ഗാർഡൻസിൽ ഒരു ഷോപ്പുണ്ട്. അയ്യോ, ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച വിളക്കാണിത്. അത് ഞാൻ ഓർമ്മ വരുന്ന സമയത്ത് ഞാനിപ്പോൾ അതിൻ്റെ താഴെ ഇട്ട് വെക്കാം കേട്ടോ, അത് ഏതാണ് പേര് എന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചാണ്. ക്വാളിറ്റി സൂപ്പറാണ്. കുത്തുവിളക്ക് വിത്ത് മയിൽ, നല്ല കനമുള്ള വിളക്കാണ്. ആൻഡ് കുത്തുവിളക്ക് വിത്ത് മയിലാണ്. ഇതും അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്, ഇതും അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. ഇത് വലിയ കുത്തുവിളക്ക്, ഇത് മീഡിയം സൈസ് കുത്തുവിളക്ക്, നമുക്ക് കണ്ടാൽ അറിയാം. ആൻഡ് ദിസ് ഇസ് വലിയ കുത്തുവിളക്ക്.
ഇതൊക്കെ സൂപ്പറാണ്. ഇതുവരെയ്ക്കും ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. വളരെ ഐശ്വര്യമോട് കൂടിയിട്ടുള്ള ഒരു ഇതാണ്, എന്താണ് പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റിയും ഞാൻ അവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അതുകൊണ്ട് വാങ്ങിച്ചതാണ്. സോ ഇത് മയിലിൻ്റെ, ഇത് നോർമലായിട്ടുള്ള കുത്തുവിളക്ക്, ആൻഡ് ദിസ് ഇസ് ദ മിനിയേച്ചർ വേർഷൻ. അങ്ങനെ എൻ്റെ അടുത്ത് 3 കുത്തുവിളക്കിൻ്റെ സൈസുകളാണ് ഉള്ളത്. യെസ്, പേര് ഓർമ്മ വന്നു മക്കളെ, പേര് ഓർമ്മ വന്നു. ഇറ്റ് ഇസ് നാമഗിരി. ഓക്കെ, ഡിസ്കവറി ഗാർഡൻസിലുള്ള നാമഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഗണപതി ഹോമത്തിന് ഉള്ള സമയത്ത് തന്നെ നമ്മൾ വീട് ഗൃഹപ്രവേശത്തിൻ്റെ സമയത്ത് പെരുമാളിൽ വാങ്ങിയ 2 നിലവിളക്കാണ് ഒരേപോലെ. ആൻഡ് അപ്പം മുതൽ ഞാനിത് അതേപോലെ തന്നെ ഞാൻ വെക്കാറുണ്ട്. 2 വിളക്ക്, ഒരു കേടുപാടുമില്ല. ആൻഡ് നല്ല കനത്തോട് കൂടിയിട്ടുള്ള 2 നിലവിളക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ അഖണ്ഡ വിളക്കിൽ ലെയറായിട്ട് വരുന്ന സ്റ്റെപ്പ് വിളക്കാണ്. ഇതും ഞാൻ കോയമ്പത്തൂർ ജയശ്രീ വെങ്കട്ടൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങിയത്. ഈ 2 സ്റ്റാൻഡ് ഞാൻ അവരുടെ അടുത്ത് തന്നെ വാങ്ങിയത്. ഇത് രണ്ടും സൂപ്പറാണ്. അതായത് ഒരു വിളക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, മനസ്സിലായോ? ഇതുപോലെ വെക്കാം. നല്ല 2 എണ്ണം ഉണ്ട്, കോലമൊക്കെ ഇട്ട് ഉള്ളത്. നല്ലൊരു പീഠം. ഇത് വേറൊരു പടിയാണ്, കോലത്തോട് കൂടിയിട്ടുള്ള പടി. ഇതും വിളക്ക് വെക്കാൻ സൂപ്പറാണ്. ഞാൻ ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇതിൽ വിളക്ക് വെക്കാറുണ്ട്, ഇങ്ങനെ പടിയായിട്ട്. ഇതും ജയശ്രീ വെങ്കട്ടൻ്റെ അടുത്ത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ, ഇത് മരമാണ് കേട്ടോ, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കുന്നതാണ്. അടുത്തൊരു സൂപ്പർ വിളക്കാണ്, നല്ല കനമുള്ള വിളക്കാണ്, ലക്ഷ്മി കുബേര വിളക്ക്. ഒറ്റ വിളക്ക്. ഓക്കെ, സെയിം ഇത് തന്നെ, കാശല്ല, ലക്ഷ്മി കുബേര വിളക്ക്. ഇതാണ് ആ വിളക്ക്, ഒറ്റ തിരിയിട്ടിട്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കത്തിച്ച് വയ്ക്കുക. ഇത് രണ്ടും ഇങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ പോകുന്നത്. സൂപ്പറായിട്ടുള്ള വിളക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് മക്കളെ. മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ്, നല്ല പാടാണ്. ഇതൊക്കെ വയ്ക്കും വേണം, ഇതൊക്കെ റെഡിയാവും വേണമല്ലോ. അതുകൊണ്ട് യെസ്, ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച കളക്ഷൻസ്. നിങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ചെറിയ രീതിയിൽ പല സമയങ്ങളായിട്ട് നമ്മൾ വാങ്ങിച്ച് ഉള്ള കളക്ഷൻസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പൂജാമുറിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവറി 2 days ആണ് ഞാനിത് ഫുള്ളായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഗജലക്ഷ്മി വിളക്ക് ഞാൻ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങിയത്. അത് നല്ല കളറോട് കൂടിയിട്ട് 2 എണ്ണം. പിന്നെ ഇതാ എന്താണ്, ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ വാരാഹി ദേവി, അതേമാതിരി തന്നെ എന്താണ് പറയുക, ഒറിജിനൽ കാമാക്ഷി വിളക്ക്. ഇതാണ് ഒറിജിനൽ കാമാക്ഷി വിളക്ക്, കാമാക്ഷി ദേവിയുടെ വിഗ്രഹത്തോട് കൂടിയിട്ടുള്ളത്. പിന്നെ വാരാഹി ദേവി, അതേമാതിരി തന്നെ ലളിതാ പരമേശ്വരി. അപ്പോൾ ലളിതാ പരമേശ്വരി, വാരാഹി ദേവി ആൻഡ് കാമാക്ഷി വിളക്ക് ഞാൻ വിളക്ക് കടയിൽ പോരൂർ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കത്തിച്ച് വെക്കുന്ന സമയത്ത്, ഒരു പൂജയുടെ അലങ്കാരത്തിൻ്റെ സമയത്ത് കത്തിച്ച് വെക്കുന്ന സമയത്ത് ഇത്രയധികം വിളക്കുകളാണ് കോമൺ ആയിട്ടുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ നിലവിളക്ക്, ഇല്ലെങ്കിൽ ഗജലക്ഷ്മി വിളക്ക്, ഇല്ലെങ്കിൽ കുത്തുവിളക്ക്, ഇങ്ങനെ മാറിയിട്ട് ഒരുപാട് വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ പൂജാമുറി ഉണ്ടാവാറുള്ളത്. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇത്രയധികം വിളക്ക് കത്തിച്ച് വെക്കാൻ പാടുമോ, ഇല്ലെങ്കിൽ ഇത്രയധികം വിളക്ക് കത്തിച്ച് വെച്ചതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഒരു കാര്യം അന്നും ഇന്നും ഞാൻ പറയാറുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദൈവത്തിനെ വണങ്ങണത് എങ്ങനെ നിങ്ങൾക്ക് തൊഴുകണം എന്ന് തോന്നിയോ അതുപോലെ ധൈര്യമായിട്ട് ചെയ്യുക. വിഗ്രഹം വെക്കാൻ പാടില്ല, ഇതേ വെക്കാൻ പാടുള്ളൂ, ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയാനുണ്ടാവും. നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എങ്ങനെ ആ ഒരു ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നേ ദിവസം വരയ്ക്കും ഞാൻ ആ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എനിക്കറിയാം എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്, അതിലൊരു തെറ്റും വരാറില്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഒരാൾക്കും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തോടത്തോളം നമുക്ക് ഒരു കാര്യവും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും പൂജ ചെയ്ത് വരുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ആ വീടിൻ്റെ എന്താണ് പറയുക, കത്തിച്ചു വെച്ചിരിക്കുന്ന
വെക്കുന്ന ആ പൂജാമുറി തന്നെ എന്തൊരു ഭംഗിയാണ് വിനി എന്നും നിങ്ങൾ പറയാറില്ലേ. ഇതൊക്കെ തന്നെയാണ് പോസിറ്റിവിറ്റിയുടെ ആ ഒരു രീതി. അതായത് അവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കുക, വീട്ടിൽ ചുറ്റോട് ചുറ്റും കിളികളുടെ ശബ്ദം, വന്ന് കിളികളിങ്ങനെ കുറേ കഴിക്കുക, ഇതൊക്കെ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരും. അത് നമ്മളുടെ മനസ്സിനെ കാമാക്കും. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലീനായിട്ട് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ആ ഒരു പോസിറ്റീവ് ഫീലോട് ചെയ്യാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഇതിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.